അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു ന്യൂനതയോ ഒരു വ്യത്യാസമോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഅൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. മനുഷ്യർ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിപ്പോവും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആ ഒരു കോലവും ആ ഒരു ഗാംഭീര്യവും ആ ഒരു അത്ഭുതവും കണ്ടിട്ട്. ഓരോ പക്ഷികളും പറക്കുന്നത് കണ്ടില്ലേ? പക്ഷികൾ മിനിറ്റ് സമയത്തിനുള്ളിൽ തിരിഞ്ഞ് മറിഞ്ഞ് പോകുന്നു. ചില പക്ഷികൾ ദിശ അറിയാതെ അല്ലെങ്കിൽ ദിശ നോക്കാതെ അവർ വേണ്ട വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അവർക്ക് ദിശ നോക്കിയ യന്ത്രമില്ല. എന്നിട്ട് അവർ വേണ്ട സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് പക്ഷികൾ എത്തിക്കുന്നു എന്നപോലെ ഓരോ അത്ഭുതം എടുത്ത് നോക്കിയാലും ഫർജി അൽ ബസ്റ കറത്തിന് വീണ്ടും അത്ഭുതത്തിലേക്ക് ഇങ്ങനെ നോക്കിപ്പോകുമെന്നാണ് നമ്മളോട് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിപ്പും അള്ളാഹുവിൻ്റെ ഓരോരോ സൃഷ്ടിപ്പും വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്, അല്ലേ? ഒരു മരം എടുത്ത് നോക്കിയാൽ ആ മരം ഒരു ചെറിയ വിത്ത് മുളച്ച് ഉണ്ടാക്കിയിട്ട് വലിയ മരമാകുന്നു. ആ മരത്തിൽ നല്ല മധുരമുള്ള കായ്കൾ ഉണ്ടാകുന്നു. ഒരേ മണ്ണ് ഒരേ സ്ഥലത്ത് രണ്ട് തരം മരം, ഒരേ രൂപം, മരത്തിൻ്റെ ഒരേ രൂപം, പക്ഷേ വ്യത്യസ്തമായ പഴങ്ങൾ, വ്യത്യസ്ത രുചിയുള്ള പഴങ്ങൾ, വ്യത്യസ്ത മോഡലുകൾ പഴങ്ങൾ, ഒരേ മണ്ണിൽ ഒരേ ഇതിൽ വ്യത്യസ്തം. ഇത് വല്ലാത്തൊരു അത്ഭുതം, വല്ലാത്തൊരു സൃഷ്ടിപ്പ് തന്നെയാണ്. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു ന്യൂനതയും കാണാൻ കഴിയില്ല. ഫർജി അൽ ബസറ കറത്തനി യൻഖലിബു ഇലൈക്കൽ ബസ്റു മനുഷ്യരിങ്ങനെ വീണ്ടും ഇങ്ങനെ നോക്കിപ്പോയി ചിന്തിച്ചു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹിൻ്റെ അനുഗ്രഹം, അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഓരോരോ വസ്തു. കടലെടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര കടലിൻ്റെ നുരമാല, കടലിൻ്റെ ആയത്തരത്തിലുള്ള മീനിൻ്റെ ഭക്ഷണങ്ങൾ, ഇങ്ങനെ തുടങ്ങി നമ്മൾ ആലോചിച്ചാൽ അറ്റമില്ലാത്തതാണ് അള്ളാഹിൻ്റെ സൃഷ്ടിപ്പ്. സുബ്ഹാനല്ലാഹ്, ആ അള്ളാഹുവിനെ നാം ആരാധിക്കാൻ, നാം അവൻ്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.